തഖ്വാക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. ഒരു മനുഷ്യന് രണ്ട് ഘടകമാണല്ലോ, ശരീരവും ആത്മാവും. ശരീരവും ആത്മാവും കൂടുമ്പോഴേ ഒരു മനുഷ്യനാവുള്ളൂ. ശരീരത്തിൽ നിന്ന് ആത്മാവുമല്ല അകന്നു പോയാൽ, അഥവാ മരണം വീഴാന്ന് പറഞ്ഞാൽ ആത്മാവ് പോകാന്നാ. പോയാൽ പിന്നെ ഈ തടി ശരീരം ഒന്നിനും പറ്റൂല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മണക്കും, കുഴിച്ചിടേണ്ടി വരും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണായി പോകും. സാധാരണ മനുഷ്യന്മാരതൊക്കെ അല്ലാഹു തആല നല്ലവരില്ല, അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പൊ ശരീരവും ആത്മാവുമുണ്ട്. അപ്പൊ തഖ്വയും രണ്ട് വിധമുണ്ട്. ശരീരം കൊണ്ടുള്ള തഖ്വയുണ്ട്, അതിനേക്കാൾ പ്രധാനമായി ആത്മാവ് കൊണ്ടുള്ള അഥവാ ഖൽബ് കൊണ്ടുള്ള തഖ്വയുമുണ്ട്. ഈ രണ്ട് തഖ്വയും കൂടി ഒരുമിച്ച് കൂടുമ്പോഴേ എന്താവോ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ശരീരം കൊണ്ടുള്ള തഖ്വ, ആ തഖ്വ അല്ലാഹു അംഗീകരിക്കണമെങ്കിൽ ഹൃദയം കൊണ്ടുള്ള തഖ്വ വേണം. ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ശരീരം കൊണ്ടുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഖൽബ് കൊണ്ടുള്ള തഖ്വ പറഞ്ഞാലോ, ഖൽബിൽ ഉണ്ടാവാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഖൽബിൽ നിന്ന് ഒഴിവാക്കുക, ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുക. ഇതാണ് ഖൽബിന്റെ തഖ്വ. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, മൻ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ കടക്കൂല ആര്? ഹൃദയത്തിന്റെ ഉള്ളിൽ അണുവിൻ തൂക്കം കിബ്ർ ഉണ്ടായി കഴിഞ്ഞാൽ ആ കിബ്ർ ഉള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. ആ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോവലേ ഉള്ളൂ. അവൻ ആരാണെങ്കിലും ശരി എന്ന് കൂട്ടി വായിക്കണം. അവൻ എല്ലാ രാത്രിയും ഉറങ്ങാതെ നേരം വെളുക്കുന്നവരെ നിസ്കരിക്കുന്നവനാണെങ്കിലും, പകല് മുഴുവനും എല്ലാ പകലും നോമ്പ് നിൽക്കുന്നവനാണെങ്കിലും, മറ്റു ഒരുപാട് സുന്നത്തായിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഒരുപാട് ധർമ്മങ്ങൾ പള്ളി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്, ഒരുപാട് മുത്താലിമീങ്ങളെ ആലിമീങ്ങളാക്കി പടച്ചുവിട്ട ആളാണ്, ഒരുപാട് നസീഹത്ത് ചെയ്യുന്ന ആളാണ്, ഒരുപാട് ദിക്റും ദുആവും നടത്തുന്ന ആളാണ്, മജ്ലിസുൻ നൂർ ചെല്ലുന്ന ആളാണ്. അങ്ങനൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നല്ലതേ അയാളിൽ കാണുന്നുള്ളൂ. അങ്ങനത്തെ ഒരാളാണെങ്കിൽ പോലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കിബിറിന്റെ ഒരു എണ്ണും മണിത്തൂക്കം കിബിർ വന്നാൽ, എന്താ കിബിർ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരാളെ തന്നേക്കാൾ ചെറുതായി കാണുക. മനുഷ്യന്റെ പ്രകൃതിയാണ് കിബിർ. മറ്റുള്ളവർക്ക് കൊടുക്കാത്ത കിട്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം, ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ, മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ പ്രകൃതിയിൽ വരും. അത് കിട്ടാത്ത ആളിലേക്ക് നോക്കുമ്പോൾ ഈ വിഷയത്തിൽ അവനേക്കാൾ നല്ലവൻ ഞാനാണ്. മനുഷ്യ പ്രകൃതിയാണ്. പക്ഷെ അത് വരാൻ പറ്റുകയില്ല. ഈമാനിന്റെ കമ്മിയാണ് കിബിർ. എല്ലാം നൽകുന്നവനും അല്ലാഹുവാണ്, നൽകാത്തവനും അല്ലാഹുവാണ്. ഒരാൾക്ക് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് കൊടുത്തതാണ്. കൊടുക്കാത്തതോ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാത്തതോ അല്ലാഹുവാണ്. പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഫൈറ്റ്? ഓനേക്കാൾ നല്ലവൻ ഞാനാന്നെങ്ങനെ പറയാ? എനിക്കെന്തുണ്ടോ? അപ്പൊ എല്ലാം കൊടുക്കുന്നവനും കൊടുക്കാത്തവനും അല്ലാഹുവാണ് എന്നുള്ള ഈമാനിന്റെ കമ്മി മൂലമാണ് കിബിർ വരുന്നത്. ഈമാനിന്റെ കമ്മി വന്നു കഴിഞ്ഞാൽ സൽക്കർമ്മത്തിന് എന്തില്ല, പുറമുള്ള കർമ്മത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇത് വ്യാപകമാണ്. വാട്സപ്പൊക്കെ എടുത്ത് നോക്കിയാൽ അണുമണി തൂക്കമൊന്നല്ല, ബഹുതുമലയോളം വലിയ കിബറ. ഏതെങ്കിലും വലിയൊരു ആലിമോ സയ്യിദോ ആണെങ്കിൽ തനിക്ക് പറ്റൂല എന്ന് കണ്ടാൽ അയാൾ ഒന്നുമല്ലാതെ അയാൾ ചവിട്ടിത്തേക്കുന്ന പരിപാടിയാണ്. അത്രയും വലിയ മോശപ്പെട്ട കാര്യമാണത്. ഞാനും നിങ്ങളും ഒരു കള്ളുകുടിയനെ കണ്ടാൽ പോലും, വ്യഭിചാരിയെ കണ്ടാലും, ആരെ കണ്ടാലും മോനോട് ഇത് നല്ലതല്ല മോനെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം ഉണ്ടെന്നല്ലാതെ മോനേക്കാൾ നല്ലവൻ ഞാനാണെന്നങ്ങനെ പറയാ. നാളെ ഓനത് നിർത്തി നന്നാവാനും നീ വിടക്കാവാൻ സാധ്യതല്ലേ? റസൂലുള്ളാഹിന്റെ മറ്റേ ബനി ഇസ്രായേലിൽ സംഭവം ഉണ്ടായി. ഗസാലി ഇമാം ഇഹ്യാഉൽ ഉമ്മത്തിൽ പറഞ്ഞ കാര്യമാണ്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനും പാടും മതിയായ സംഗതിയാണത്. ബനി ഇസ്രായേലിൽ 2 മനുഷ്യന്മാരുണ്ടായിരുന്നു. ആകെ 2 മനുഷ്യന്മാരെന്നല്ല, കഥാപുരുഷന്മാരാകുന്ന 2 ആള്. ഒരാൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ, നല്ലതല്ലാതെ ഒന്നും അയാളിലില്ല. മറ്റേയാളോ അയാൾ തിന്മയല്ലാതെ വെടക്കാകുന്ന കാര്യമല്ലാതെ വേറെ ഒന്നും അയാളിലില്ല. എല്ലാം വേണ്ടാത്തതുകൊണ്ട് ബനി ഇസ്രായേൽ പുറന്തള്ളി. ഖലീൽ ബനി ഇസ്രായേൽ. ഏറ്റവും നല്ല അറിയപ്പെട്ട മനുഷ്യനും ഈ ഏറ്റവും മോശപ്പെട്ട ഇയാളും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് വിടാൻ വഴിയുണ്ടായി. ആ നല്ല മനുഷ്യനെയും തന്റെ അനുയായികളെയും കൂടി എവിടെയോ സ്ഥലത്ത് സൽക്കരിച്ചതാ, വലിയൊരു വേദിയിൽ. അയാൾ ആ നല്ല മനുഷ്യന്റെ കൂടെയുള്ള
നൂറുകണക്കായ ആളുകളും കൂടി ഒരുമിച്ച് കൂടി അന്തസ്സ് നിലനിൽക്കുമ്പോൾ ഈ മോശപ്പെട്ട മനുഷ്യൻ എല്ലാവരും പുറന്തള്ളിയതാണല്ലോ. അയാൾ ദൂരത്ത് നിന്ന് കാണുകയാണ്. അയാളെ മനസ്സിൽ ഖേദം വരികയാണ്. പഠിച്ചവനെ, ഞാൻ ഇങ്ങനത്തെ ഒരാളായി പോയില്ലേ, ഞാൻ നന്നാവൂലേ, ഞാൻ ആ നല്ല മനുഷ്യൻ്റെ അടുത്തേക്കും ചേർന്നിരിക്കട്ടെ, അതുകൊണ്ടെങ്കിലും ഞാൻ നന്നായെങ്കിലോ. ഖേദം വരാൻ, തൗബ വരാൻ പോവാ. അങ്ങനെ ഇയാൾ മെല്ലെ നല്ല നെയ്യത്തോടു കൂടി, നന്നാവണമെന്ന നെയ്യത്തോടു കൂടി, തൗബയുടെ മനസ്സോടു കൂടി ആ നല്ല മനുഷ്യന്റെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മളൊക്കെ സാധാരണ ചെയ്തു പോകുന്ന മാതിരി ഉപരെന്ത് പറഞ്ഞു, ഇന്നലെ രാത്രി 12 മണി വരെ വ്യഭിചാരവും കള്ളുകുടിയൊക്കെ നടക്കുന്ന ആള് രാവിലെ പള്ളിയിൽ കയറാൻ വന്ന ഉസ്താദ് പറഞ്ഞോല്ലേ, പോകണം പറഞ്ഞു പോവല്ലോ എന്ന മാതിരി ആ നല്ല മനുഷ്യൻ, നീ ഇവിടുന്ന് പോകണം, അങ്ങോട്ട് കയറാൻ പറ്റൂല, നിനക്ക് വല്ല അതാപം വന്നാൽ ഞങ്ങൾ കൂടി അത് അതാപിൽ പെടും, അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണം എന്ന് ആ സാഹസിലുള്ള എല്ലാവരും അയാളെന്താക്കി പുറത്താക്കി. പക്ഷേ അയാളെ മനസ്സിൽ നിരാശ വന്നില്ല. പടച്ചോനെ, എല്ലാവരും എന്നെ പുറത്താക്കി, നീ എന്നെ പുറത്താക്കാതെ ഞാൻ തെറ്റുകളിലേക്ക് ഒരിക്കലും മടങ്ങൂല, ഒരിക്കലും ആ തെറ്റ് ചെയ്യൂല. ആത്മാർത്ഥമായ തൗബയാണ്. അങ്ങനെ ആ രംഗം കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം ആ കാലഘട്ടത്തിൽ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു. വളരെ കൂടുതൽ ഞാൻ കേട്ട ചരിത്രത്തിൽ വെച്ച് വളരെ അത്ഭുതകരമായ ചിന്തനീയമായ സംഗതിയാണ്. ആ കാലഘട്ടത്തിൽ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു. നബിന്റെ പേര് വസാലിമാൻ പറഞ്ഞില്ല. ആ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു, ഇങ്ങനെ സംഭവം നടന്നു, 2 ആളെയും നിങ്ങൾ വിളിക്കണമെന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട ആ കാലഘട്ടത്തിൽ നബി 2 ആളെയും വിളിച്ചു. ആ 2 മനുഷ്യന്മാരെയും വിളിച്ചിട്ട് എന്ത് പറയാൻ പറഞ്ഞു, മുർഹുമാ ഫൽയസ്തനിഫൽ അമൽ, 2 ആളോടും നിങ്ങൾ കൽപ്പിക്കണം. ഇപ്പോൾ 2 ആളും ന്യൂട്രലാപ്പുള്ളത്, അവരോട് നല്ല സൽക്കർമ്മം ചെയ്ത് മുന്നോട്ട് പോകാൻ പറയും. ഖേദം അയാളെ മനസ്സിൽ വന്നതുകൊണ്ട് അയാൾ അതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു കൊടുത്തു. ഈ മനുഷ്യനെ കരുതിക്കൂട്ടിയല്ലെങ്കിലും നിസ്സാരമാക്കി പോയതിന്റെ പേരിൽ അയാൾ അതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മം അല്ലാഹു നിഷ്ഫലമാക്കി. 2 ആളും ഒരേ നിൽക്കണം. യാ ഹയ്യു യാ ഖയ്യൂം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാകും, എന്തൊക്കെ ഉണ്ടാകും. ഒരു മൗലൂദ് നല്ലോണം ചെല്ലാൻ കഴിഞ്ഞാൽ മതി, ചെല്ലാൻ കഴിയാത്തതിലേക്ക് നോക്കുമ്പം ഞാൻ തിരക്കില്ലാന്നുണ്ടാവില്ലേ, ഉണ്ടാവില്ലേ, സ്വാഭാവികമല്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ഏത് ദിക്ർ ചെല്ലുകയാണെങ്കിലും, ഏത് മജ്ലിസ് നൂർ ചെല്ലുകയാണെങ്കിലും, ഏത് സൽക്കർമ്മത്തിൽ നമ്മൾ മുഴുകുകയാണെങ്കിലും നമ്മളെ കൽബിലേക്കൊന്ന് നമ്മൾ എന്താക്കണം നോക്കണം, ആരെങ്കിലും ഞാൻ നിസ്സാരമാക്കുന്നുണ്ടോ ഇല്ലേ. അപ്പോൾ ഉള്ളവന് ഇല്ലാത്തവനോട് വരുന്ന ഒരു സ്വഭാവമാണ് ഏത്, കിബിർ. തോനൊന്നും വേണ്ട, തിരിച്ചിങ്ങോട്ട് ഇല്ലാത്തവന് ഉള്ളവനോട് വരുന്നതാണ് അസൂയ. തനിക്ക് കിട്ടാത്തൊരു കാര്യം മറ്റൊരാൾക്ക് കിട്ടുകയും അതിൻ്റെ മേലെ അയാളെല്ലാവരും ഇങ്ങനെ പ്രശംസിച്ച് എല്ലാവരും ബഹുമാനിച്ച് നിൽക്കുന്ന സമയത്ത് ഇയാളെ ആരും തിരിഞ്ഞു നോക്കില്ല. അയാളെ മനസ്സിൽ കാമിലായ ഈമാനില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് വരും, അയാളുടെ ഉള്ളിലൊരു വെറുപ്പ് വരാൻ പറ്റൂലല്ലോ. അയാൾക്ക് കൊടുത്തത് അതല്ലേ, എനിക്ക് തരാത്തത് അതല്ലേ. വൈമാനികമായ കംപ്ലൈൻ്റ് ആണ് കിബറും മസതും. ഇത് ഉണ്ടോ ഇല്ലേ എൻ്റെ കൽബിലേക്ക് നമുക്ക് നോക്കാൻ കഴിയണം. അങ്ങനെ വേറെയും പല കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 2 കാര്യം നിങ്ങളെ മുമ്പിൽ വെച്ചിരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളിങ്ങനെയൊക്കെ പരിപാടി സംഘടിപ്പിക്കുവാനും അത് മെനക്കെടാനൊക്കെ വളരെ എല്ലാവരും ഉഷാറാണൊക്കെ നല്ലതാണ്. പക്ഷെ കൽബിലേക്ക് നമ്മൾ നോക്കിയിട്ട് ഒരാളെയും നിസ്സാരമാക്കാത്ത സ്വഭാവം ഉണ്ടാവണം, ആരോടും അസൂയയില്ലാത്ത സ്വഭാവം ഉണ്ടാവണം. ഉണ്ടെങ്കിലേ നമ്മൾ സൽക്കർമ്മ അല്ലാഹു അംഗീകരിക്കുകയുള്ളൂ. 2 തഖ്വയും വേണം. പുറമുള്ള തഖ്വയിൽ, ശരീരം കൊണ്ടുള്ള തഖ്വയിൽ വല്ല കംപ്ലൈൻറ്റും വന്നാൽ, സാധാരണ നിസ്കാരത്തിൽ വല്ല കുഴപ്പം വന്നാൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയും, ചെറിയ കുട്ടിക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയല്ലോ. എന്നാൽ കൽബിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ല സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉള്ള അയാൾക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ കഴിയൂല, പുറത്തുള്ളവൻ കഴിഞ്ഞോളുന്നില്ല. ഉള്ളു കാണുന്ന മഹാന്മാർ വേണ്ടി വരും. അതിനാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, കൂനൂ, നിങ്ങൾ കൂട്ടുകെട്ടണം, കൂട്ടുചേരണം ആരോടുമായ സ്വാദിഖീങ്ങളായ ആളുകളോട് നിങ്ങൾ കൂട്ടുകൂടണം. അത് കൂടിയെങ്കിലേ 2 തഖ്വയും പൂർണ്ണമാവുകയുള്ളൂ. ആരാ സ്വാദിഖീങ്ങൾ? അമ്പിയാക്കന്മാർ മുഴുവനും സ്വാദിഖീങ്ങളാണ്. ചെയ്യേണ്ടത് മാത്രം ചെയ്യുകയും പറയേണ്ടത് മാത്രം പറയുകയും വിചാരിക്കേണ്ടത് മാത്രം വിചാരിക്കുകയും ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ടാകും. അതെല്ലാം അമ്പിയാക്കന്മാർക്ക് ഇതിനെ വലിയ ത്യാഗം ചെയ്യേണ്ടതില്ല. ജന്മന അങ്ങനെയാണ്. അമ്പിയാക്കന്മാരെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് അമ്പിയാക്കന്മാരെ മാതിരി ശരീരം കൊണ്ട് വേണ്ടാത്തതൊന്നും ചെയ്യുന്നില്ല, കൽബിൽ വേണ്ടാത്തൊരു ചിന്തയുമില്ല, നാവ് കൊണ്ട് വേണ്ടാത്തൊന്നും പറഞ്ഞു പോകുന്നില്ല. അങ്ങനത്തെ മഹാന്മാരുണ്ട്. ആ മഹാന്മാരോട് കൂട്ടുകൂടൽ നമുക്ക് വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ മജ്ലിസ് നൂർ ചെല്ലുന്നത്, നാരിയ സ്വലാത്ത് ചെല്ലുന്നത്, അതുപോലെ മറ്റുള്ള ദിക്റുകളും ദുആകളൊക്കെ ചെല്ലുന്നത്. അപ്പോൾ ഈ മഹാന്മാരോട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ ആ കൂട്ടുകൂടൽ നല്ല ആത്മാർത്ഥമായ മനസ്സറിഞ്ഞ കൂട്ടുകൂടലാണെങ്കിൽ, നമ്മൾ അറിയാതെ വല്ലതും വന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ ആ കൂട്ടുകൂടൽ കണ്ടതൊക്കെ എന്ത് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്തു പോകും. അൽ മർഉ മഅ മൻ അഹബ്ബ. ഇത് നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ
അവനെ ആത്മാർത്ഥമായി ആരെ സ്നേഹിക്കുന്നു അവരെ കൂടെയായിരിക്കും നാളെ ആഖിറത്തിൽ. അതുകൊണ്ട് ഹബീബായ നബിതങ്ങളെയും മറ്റുള്ള അമ്പിയാക്കന്മാരെയും അതുപോലെ സ്വഹാബത്തിനെയും ബദരീങ്ങളെയും നമ്മളെ അടുത്ത കാലത്തൊക്കെ കഴിഞ്ഞു പോയ മഹാന്മാരുണ്ട്. എത്ര വലിയ മഹാന്മാരാണ് അവർ. മാനപ്പെട്ട ശംസുലമൊക്കെ ആരാന്നാ വിചാരിച്ച് ഓരോരുത്തരും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കണമൊക്കെ കാണുമ്പം മാനായ റബ്ബേ, ശംസുലമൻ 50 കൊല്ലം മുമ്പ് ജാമിയാനൂരിൽ പ്രിൻസിപ്പാളായ കാലഘട്ടത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത സർവസമ്മതമായി എല്ലാവരും അംഗീകരിച്ചൊരു കാര്യം നടന്നു. ഒരു അത്ഭുതം. 250ഓളം വരുന്ന അന്ന് അവിടെ 50 കൊല്ലം മുമ്പ് പഠിച്ചിരുന്ന വലിയ മൊയ്ലാമാർ പള്ളി നിസ്കരിച്ച് കഴിഞ്ഞ് റോഡ് മുറിച്ച് കിടന്ന് ജാമിയന്റെ കമ്പൗണ്ടിലേക്ക് കണ്ടു വരുമ്പം അതിലൊരാളെ വിളിച്ചു ശംസുലമ, എടോ നീ ഇവിടെ വാ, നിന്റെ കൽബിൽ ഈമാൻ ഞാൻ കാണുന്നില്ല, ഉടനെ ഇവിടുന്ന് പുറത്തു പോകണം, എൻ്റെ സാധനക്കടത്തിൽ പോയി പോകുന്നു. അപ്പൊ കൂടെ പഠിക്കുന്ന ആളുകൾ മുതല്ലിമീങ്ങളും ചില ഉസ്താദുമാരിൽപ്പെട്ടവരൊക്കെ ശേഖനാനെ പറഞ്ഞു, ശേഖന മോനെ പുറത്താക്കുക, അങ്ങനത്തെ ഒരാൾ ഇവിടെ കാണാൻ കഴിയില്ല. അത്രയും നല്ല ബാഹ്യമായി എല്ലാം ഒത്തൊരുമിച്ച ഒരാൾ, ഒരു ചിരിയോ കളിയോ ഇല്ല, നാട്ടിൽ പോയാൽ വരാൻ നേരം പോകൂല, ഒരു ഹദ്ദാദ് പോലും മിസ്സാകൂല, ജമാഅത്ത് മിസ്സാകൂല, സംസാരിക്കാൻ നല്ല കഴിവുണ്ട്, ഇങ്ങനെ എല്ലാ അതബുകളും ലാഹിറിൽ ഒത്ത ഒരാളാണ്. അയാൾ ശേഖനെ പുറത്താക്കുകയാണോ? ഓനെ നിർത്തണം എന്നാ, ഞങ്ങൾ നിർത്തിക്കൊള്ളി, ഞാൻ ഇവിടുന്ന് പോകാം, ഞാനും ഓനും കൂടി ഇവിടെ പറ്റൂല എന്ന്. അപ്പൊ പിന്നെ പുറത്താക്കല്ലാതെ വയ്യില്ല. അവനെ പുറത്താക്കി. ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ ക്രിസ്ത്യാനിയായി മാറി. ഇന്ന് പെട്ടിക്കാട് ചുങ്കത്ത് വന്ന് സ്റ്റേജ് കെട്ടി ഇസ്ലാം ദീനിന് പൊതുവായിട്ടും ജാമിയാനൂരിയക്കും ശംസുലമക്കും എതിരായി പരസ്യമായി പ്രത്യേകമായി എതിർത്ത് സംസാരിച്ചു. അത് കണ്ടവർ ശേഖനാൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു, ശേഖനൊന്ന് പുറത്താക്കി ആൾ ക്രിസ്ത്യാനായിരിക്കുന്നു. അത് എനിക്ക് അന്ന് തന്നെ അവനെ കണ്ട പറയാളോ, അന്നാർക്ക് മനസ്സിലാവാതിന് അവരോ പോയി പറഞ്ഞാളോ എന്ന്. ഇത്ര വലിയ മഹാന്മാരാണ്, ബഹുമാനപ്പെട്ടവരൊക്കെയാണ് 40 കൊല്ലത്തോളം സമസ്ത കേരള ജമിയത്തുലമയെ നിയന്ത്രിച്ചത്. വില്ലക്കോയ തങ്ങളെ പറ്റി ശംസുലം പറയാറുണ്ട്, കുത്തുബാണ്. അത് നമുക്കിന്ന് മഹാന്മാരോട് കൂട്ടുകൂടാൻ വേറെ എവിടെയും പോണ്ട. വില്ലക്കോയ തങ്ങളടക്കമുള്ള കണ്യത്ത് ഉസ്താദ് ശംസുലം അടക്കമുള്ള മഹാന്മാർ, ആ മഹാന്മാരോട് മാനസികമായി ഒട്ടിച്ചേർന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി അവരെ മേൽ ഫാത്തിമ യാസീനെ കോതി നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ കഴിവിന്റെ പരമാവധി നന്നാക്കാൻ നോക്കലോടുകൂടി സമസ്ത കേരള ജമിയത്തുലമയുടെ പിന്നെ കുറച്ച് നല്ല പരലോകത്തിന്റെ ഗുണത്തിന് വേണ്ടി, ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടിയല്ല, പരലോക രക്ഷയ്ക്ക് വേണ്ടി അതിന്റെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ സലാമത്തായിട്ട് മരിക്കാനും പല രക്ഷപ്പെടാനും വഴിയാകും. അതുകൊണ്ട്